നമസ്കാരം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് presented by BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. KPCC പുനഃസംഘടന അധ്യക്ഷനെ മാറ്റണോ വേണ്ടയോ എന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. സ്ഥാനമൊഴിയാൻ തയ്യാറല്ലെന്ന കെ സുധാകരൻ. കണ്ണൂർ ADMന്റെ മരണം തെളിവുകൾ സംരക്ഷിക്കണമെന്ന ഹർജിയിൽ കളക്ടർക്കും TV പ്രശാന്തനും നോട്ടീസ്. ഇനി ഹർജി പരിഗണിക്കുക ഡിസംബർ 10-ന്. പള്ളിത്തർക്കം. യാക്കോബായ സഭയുടെ കൈവശമുള്ള 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് സുപ്രീം കോടതി. വിശദമായി വാദം കേൾക്കാനും തീരുമാനം. സിൽവർ ലൈൻ പദ്ധതിയിൽ നിർണായക നീക്കം. വ്യാഴാഴ്ച ദക്ഷിണ റെയിൽവേയും കെയ്റോയിൽ അധികൃതരുമായി കൂടിക്കാഴ്ച. വ്യവസ്ഥകൾ നിർണായകം. മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണം മുഖ്യമന്ത്രിയെ BJP നാളെ പ്രഖ്യാപിച്ചേക്കും. ഏക്നാഥ് ഷിൻഡെയും മന്ത്രിസഭയിലേക്ക് എന്ന സൂചന. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് presented by BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. KPCC പുനഃസംഘടനയിൽ അധ്യക്ഷനെ മാറ്റണോ വേണ്ടയോ എന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. കെ സുധാകരനെ അടക്കം മാറ്റി അടിമുടി അഴിച്ചുപണി വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ മാറാൻ തയ്യാറാവാത്ത സുധാകരൻ താഴെത്തട്ടിലെ പുനഃസംഘടനയ്ക്കുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഘടനയിൽ സമൂല മാറ്റമെന്ന ആവശ്യം ശക്തമാണ്. അധ്യക്ഷനെ അടക്കം മാറ്റിയുള്ള അഴിച്ചുപണി എന്ന ആവശ്യം ഗ്രൂപ്പിന് അതീതമായി ഉയരുന്നുണ്ട്. തലമുറ മാറ്റം വേണമെന്ന് ചെറിയാൻ ഫിലിപ്പും ആവശ്യപ്പെട്ടു. സതീശനും സുധാകരനും തമ്മിലെ അകൽച്ചയും അതേപടി തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുധാകരനെ മാറ്റാനുള്ള MPമാരുടെ അടക്കം നീക്കങ്ങൾക്കൊപ്പമായിരുന്നു VD സതീശൻ. ഇപ്പോൾ ഡൽഹിയിൽ തീരുമാനിക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. കണ്ണൂരിലെ സുധാകരന്റെ ജയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി മുന്നേറ്റവും അധ്യക്ഷന്റെ കരുത്തുകൂട്ടി. മാറ്റിയാൽ സുധാകരൻ എന്ത് ചെയ്യുമെന്ന പ്രതിസന്ധിയും പാർട്ടിക്ക് മുന്നിലുണ്ട്. ഇതിനുമെല്ലാം അപ്പുറത്തെ പ്രധാന പ്രശ്നം സുധാകരൻ മാറിയാൽ പകരം ആരെന്ന ചോദ്യമാണ്. സാമുദായിക സമവാക്യം പാലിച്ചൊരു സർവ്വസമ്മതന്റെ പേര് ഇതുവരെ ഒരു ചേരിക്ക് മുന്നോട്ട് വെക്കാനായില്ല. പ്രസിഡന്റ് മാറുന്ന പ്രശ്നമില്ലെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. KPCCയിലും DCCകളിലും അഴിച്ചുപണിക്കുള്ള നീക്കത്തിലാണ് കെ സുധാകരൻ. 10 DCC അധ്യക്ഷന്മാരെയെങ്കിലും ഉടൻ മാറ്റാനാണ് ശ്രമം. ചർച്ചകളുടെയും നീക്കങ്ങളുടെയും അടിസ്ഥാനത്തിലാകും അഴിച്ചുപണിയിലെ അന്തിമ തീരുമാനം. നേതൃതലത്തിൽ അഴിച്ചുപണിക്കുള്ള സമയം അതിക്രമിച്ചതായി രാജ്മോഹൻ ഉണ്ണിത്താൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ജീവൻ. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ കണ്ണൂർ കളക്ടർക്കും TV പ്രശാന്തനും നോട്ടീസ്. ഹർജി പരിഗണിച്ച കണ്ണൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടത്. കേസ് ഡിസംബർ 10-ന് വീണ്ടും പരിഗണിക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ, യാത്രയപ്പ് യോഗത്തിന്റെ മുഖ്യസാക്ഷിയായ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ TV പ്രശാന്ത് എന്നിവരുടെ ഫോൺ കോൾ, ടവർ ലൊക്കേഷൻ വിവരങ്ങൾ സംരക്ഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ജില്ലാ കളക്ടറേറ്റിലെയും നവീൻ ബാബു താമസിച്ച ഇടത്തെയും റെയിൽവേ സ്റ്റേഷനിലെയും വഴികളിലെയും CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വേണ്ട തെളിവുകൾ സംരക്ഷിച്ചിട്ടുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. ഫോൺ നമ്പറുകൾ വ്യക്തമല്ലാത്തതും അപൂർണവും എന്നാരോപിച്ച് പ്രോസിക്യൂഷന്റെ റിപ്പോർട്ട് കുടുംബം തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. CPMന്റെ തിരുവനന്തപുരം മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഏരിയ സെക്രട്ടറിയായിരുന്ന മധു മുല്ലശ്ശേരിയെ CPMൽ നിന്ന് പുറത്താക്കി. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പുറത്താക്കിയത്. അതേസമയം മധു മുല്ലശ്ശേരി നാളെ BJPയിൽ ചേരും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ മന്ത്രി V മുരളീധരനും മധുവിനെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. CPM ഏരിയ സമ്മേളനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ മധു മുല്ലശ്ശേരി താൻ പൊതുരംഗത്തുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതേസമയം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച സാമ്പത്തികവും സംഘടനാ വിരുദ്ധവുമായ പരാതികളുടെ നിഴലിൽ നിൽക്കുന്ന മുല്ലശ്ശേരി മധുവിനെതിരെ CPM ജില്ലാ സെക്രട്ടറി V ജോയ് നിയമ നടപടി സ്വീകരിക്കും. സിവിലായും ക്രിമിനലായും കേസ് നൽകും. ജില്ലാ സെക്രട്ടേറിയറ്റ് നിയമ നടപടി സ്വീകരിക്കാൻ അനുമതി നൽകി. തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയതയിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ഇരിക്കെയാണ് മധുവിന്റെ BJP പ്രവേശനം. സാമ്പത്തികവും സംഘടനാ വിരുദ്ധവുമായ പരാതികളുടെ നിഴലിൽ നിൽക്കുന്ന ഏരിയ സെക്രട്ടറിയായിരുന്നു മധു മുല്ലശ്ശേരി. 3ാം ഊഴം നൽകേണ്ടതില്ല എന്ന് ജില്ലാ നേതൃത്വം നേരത്തെ തന്നെ കണക്കാക്കിയിരുന്നു. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള അഭിപ്രായ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതോടെയാണ് മധു സമ്മേളനത്തിൽ നിന്നും തുടർന്ന് പാർട്ടിയിൽ നിന്നും പടിയിറങ്ങിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ.
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തനം ഇനി വാണിജ്യാടിസ്ഥാനത്തിൽ. ട്രയൽ റൺ കാലയളവ് പൂർത്തിയായതോടെയാണ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് തുടങ്ങുന്നത്. വലിയ മത്സരക്ഷമത കാഴ്ചവെച്ചാണ് അന്താരാഷ്ട്ര തുറമുഖ മേഖലയിൽ വിഴിഞ്ഞം ഇടമുറപ്പിച്ചത്. അടുത്ത 4 വർഷത്തിനകം 10,000 കോടി രൂപയുടെ നിക്ഷേപമിറക്കി പദ്ധതി പൂർത്തിയാക്കാനാണ് അദാനി പോർട്ട് അധികൃതരും സർക്കാരും തമ്മിലുണ്ടാക്കിയ ധാരണ. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി 4 മാസം മാത്രം പിന്നിടുമ്പോൾ വലുതും ചെറുതുമായ 70 വെസലുകളാണ് വന്നു പോയത്. 1,47,000 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു. GST ഇനത്തിൽ ഇതുവരെ 18 കോടിയോളം രൂപയോളം സംസ്ഥാന സർക്കാരിലേക്ക് വരുമാനമായി എത്തി. ഒരു സാമ്പത്തിക വർഷത്തിനിടെ ലക്ഷ്യമിട്ടത് ഇതിന്റെ കാൽഭാഗം കൊണ്ട് പൂർത്തിയാക്കിയതും തുടക്കത്തിലെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അതിവേഗം പരിഹരിക്കാനായതും വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തുക കൂടി ചെയ്തതോടെ നിലവിലുള്ള സൗകര്യങ്ങൾ മതിയാവാത്ത അവസ്ഥയുണ്ട് വിഴിഞ്ഞത്ത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ട വികസനം വേഗത്തിൽ നടപ്പിലാക്കാൻ അദാനി പോർട്ടും നിർബന്ധിതരായിരിക്കുകയാണ്. 400 മീറ്ററോളം നീളമുള്ള കപ്പലടക്കം വിഴിഞ്ഞത്ത് എത്തി. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്രയും നീളമേറിയ കപ്പൽ നങ്കൂരമിടുന്നതെന്നും ഏറെ പ്രതീക്ഷ നൽകുന്നു. കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗേറ്റ് വേ കാർഗോയ്ക്ക് റെയിൽ റോഡ് കണക്ടിവിറ്റി ഉറപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തുറമുഖ കവാടത്തിൽ നിന്നുള്ള സർവീസ് റോഡിനെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നതിന് ക്ലോവർ ലീഫ് മാതൃകയിലുള്ള പദ്ധതിയും ബാലരാമപുരത്തേക്ക് നീളുന്ന ഭൂഗർഭ റെയിൽപാതയും വിവിധ അനുമതികൾ കാത്തിരിക്കുകയാണ്. അനുബന്ധ വികസനം എന്ന വലിയ ഉത്തരവാദിത്തവും സർക്കാരിന് മുന്നിലുണ്ട്. തുറമുഖത്തിന്റെ 1ാം ഘട്ടം ഔദ്യോഗികമായി പ്രാവർത്തികമാക്കിയെങ്കിലും പ്രധാനമന്ത്രിയുടെ തീയതി അടക്കമുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നതിനാൽ ഉദ്ഘാടന ആഘോഷത്തിന് ഇനിയും ചുരുങ്ങിയത് 2 മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ജീവൻ. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകുന്ന ധനസഹായം കേരളം തിരിച്ചടച്ചേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ച് കേന്ദ്ര സർക്കാർ. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ദീർഘകാല വായ്പയായി പരിഗണിക്കരുത് എന്ന സംസ്ഥാന സർക്കാർ ആവശ്യം കേന്ദ്ര ധനമന്ത്രാലയം തള്ളി. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടവ് സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന വാദം പൂർണ്ണമായും തള്ളുകയാണ് കേന്ദ്രം. ധനസഹായം കേരളം തിരിച്ചടച്ചേ മതിയാകൂ എന്ന കേന്ദ്ര ധനമന്ത്രാലയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭമില്ലാത്ത പദ്ധതികൾക്ക് നൽകുന്ന കേന്ദ്ര സഹായമാണ് VGF അഥവാ വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. ധനസഹായം എന്ന നിലയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് കേന്ദ്രം അനുവദിക്കേണ്ട VGF 817.80 കോടി രൂപയാണ്. ഇത് അനുവദിക്കണമെങ്കിൽ ഭാവിയിൽ തുറമുഖം ലാഭത്തിലാകുമ്പോഴുള്ള മൂല്യം കണക്കാക്കി തുക തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നത്. തൂത്തുക്കുടി അടക്കം തുറമുഖങ്ങൾക്ക് ധനസഹായം അനുവദിച്ച കേന്ദ്ര സർക്കാർ കേരളത്തോട് മാത്രം കാണിക്കുന്ന വിവേചനത്തിൽ സംസ്ഥാന സർക്കാർ കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. 818 കോടി പലിശ സഹിതം തിരിച്ചടയ്ക്കുമ്പോൾ 12,000 കോടിയോളം വരുമെന്നും വർഷങ്ങൾക്ക് ശേഷം മാത്രം വരുമാനം കിട്ടി തുടങ്ങുന്ന പദ്ധതിക്ക് ഇത് വലിയ ബാധ്യതയാകുമെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ഇക്കാര്യം മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് വായ്പയല്ലാതെ ധനസഹായം പരിഗണിക്കാനാകില്ല എന്ന കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ മറുപടി. അർഹമായ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ച് സംസ്ഥാനത്തെ സാമ്പത്തിക ഉപരോധത്തിലാക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധം നിലനിൽക്കെയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയോടും കേന്ദ്രം മുഖം തിരിച്ചു നിൽക്കുന്നത്. പദ്ധതിക്ക് ചെലവ് വരുന്ന 8,867 കോടി രൂപയിൽ 5,595 കോടിയാണ് സംസ്ഥാന സർക്കാർ മുടക്കേണ്ടത്. ഇതിൽ 2,159 കോടി സംസ്ഥാനം ചെലവഴിച്ചിട്ടും 1 രൂപ പോലും മുടക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നാണ് സംസ്ഥാന സർക്കാർ അവകാശവാദം. PPP മോഡൽ തുറമുഖ പദ്ധതിക്ക് VGF അനുവദിക്കുന്നത് ആദ്യമായിട്ടാണെന്നും അതുകൊണ്ടാണ് തിരിച്ചടവ് വ്യവസ്ഥ മുന്നോട്ട് വയ്ക്കുന്നതെന്നുമാണ് കേന്ദ്രവാദം. 15 വർഷങ്ങൾക്ക് ശേഷം വരുമാനം പങ്കിടുന്ന രീതിയിലാണ് അദാനി പോർട്ടും സർക്കാരും തമ്മിലുണ്ടാക്കിയ കരാർ. ന്യൂസ് ഡെസ്ക് ജീവൻ. വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യത. കണ്ണൂരും കാസർഗോട്ടും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണമെന്ന നിർദ്ദേശമുണ്ട്. ദുർബലമായ ഫിൻജാൽ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറി. ന്യൂനമർദ്ദം വടക്കൻ കേരളത്തിനും കർണാടകത്തിനും മുകളിലൂടെ അറബിക്കടലിൽ എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. മലപ്പുറം, ആലപ്പുഴ, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല.
കാസർഗോഡ് ജില്ലയിൽ അതിശക്തമായ മഴയാണ്. പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മഞ്ചേശ്വരം പൊസോട്ട് 3 വീടുകൾ വെള്ളത്തിൽ മുങ്ങി. ദേശീയപാത നിർമ്മാണത്തോടെ വെള്ളം ഒഴുകിപ്പോവാനുള്ള വഴിയടഞ്ഞതാണ് സമീപത്തെ 3 വീടുകൾ പകുതിയോളം വെള്ളത്താൽ മുങ്ങാൻ കാരണം. ഇന്നലെ ഉച്ച മുതലാണ് ശക്തമായ മഴ തുടങ്ങിയത്. കുമ്പള ഷിറിയയിൽ ദേശീയപാതയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇത് വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. മഹാരാഷ്ട്രയിലെ മന്ത്രിസഭാ രൂപീകരണ പ്രതിസന്ധിക്ക് വിരാമമാകുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. നിയമസഭാ കക്ഷി യോഗത്തിന്റെ കേന്ദ്ര നിരീക്ഷകരായി ധനമന്ത്രി നിർമ്മല സീതാരാമനെയും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയെയും BJP നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസാണ് മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള മുൻനിരക്കാരൻ. BJP നേതൃത്വമെടുക്കുന്ന ഏതു തീരുമാനത്തിനും താൻ ഇതിനകം നിരുപാധിക പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ വ്യക്തമാക്കി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288 നിയമസഭാ സീറ്റുകളിൽ 230ലും മഹായുതി വിജയിച്ചിരുന്നു. BJP 132 സീറ്റിൽ വിജയിച്ചപ്പോൾ ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന 57 സീറ്റും NCP അജിത് പവാർ വിഭാഗം 41 സീറ്റും നേടി. മഹായുതി സഖ്യകക്ഷികൾ തങ്ങളുടെ നിയമസഭാ കക്ഷി നേതാക്കളായി ശിവസേനയ്ക്ക് വേണ്ടി ഏകനാഥ് ഷിൻഡെയെയും NCPക്ക് വേണ്ടി അജിത് പവാറിനെയും നിർദ്ദേശിച്ചിരുന്നു. മുഖ്യമന്ത്രി BJPയിൽ നിന്നായിരിക്കുമെന്ന് NCP അധ്യക്ഷൻ അജിത് പവാർ പറഞ്ഞിരുന്നു. മഹായുതി സഖ്യത്തിലെ സഖ്യകക്ഷികളായ ശിവസേനയ്ക്കും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്കും ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുമെന്നാണ് സൂചന. ഷിൻഡെയും മന്ത്രിസഭയിൽ ചേരുമെന്നാണ് വിവരം. പുതിയ സംസ്ഥാന സർക്കാരിൽ തനിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചേക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഏകനാഥ് ഷിൻഡെയുടെ മകനും ശിവസേന MPയുമായ ശ്രീകാന്ത് ഷിൻഡെ തള്ളി. ഡിസംബർ 5-ന് മുംബൈയിലെ ആസാദ് മൈതാനിയിൽ നടക്കുന്ന പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് ജീവൻ. മകൻ ഹണ്ടർ ബൈഡൻ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മാപ്പ് നൽകിയ ജോ ബൈഡന്റെ തീരുമാനത്തിനെതിരെ അമേരിക്കയിൽ വ്യാപക പ്രതിഷേധം. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിരൂക്ഷ വിമർശനമാണ് ബൈഡനെതിരെ നടത്തിയത്. നിയമം സംരക്ഷിക്കേണ്ട പ്രസിഡന്റ് തന്നെ നിയമത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. അനധികൃതമായി തോക്ക് കൈവശം വെച്ച കേസിലും നികുതി വെട്ടിപ്പ് കേസുകളിലും ഹണ്ടർ ബൈഡൻ പ്രതിയായിരുന്നു. ഈ കേസുകളിലാണ് പ്രസിഡന്റ് മാപ്പ് നൽകിയത്. മകൻ ഹണ്ടറെ ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ബൈഡൻ അധികാരം ദുർവിനിയോഗം ചെയ്തെന്ന് റിപ്പബ്ലിക്കൻ നേതാക്കൾ ആരോപിച്ചു. ബൈഡൻ മാപ്പ് നൽകിയവരുടെ പട്ടികയിൽ ക്യാപിറ്റോൾ കലാപത്തിലെ പ്രതികളുണ്ടോ എന്നും ട്രംപ് ചോദിച്ചു. ബൈഡൻ ചെയ്തത് നീതി നിഷേധമാണെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ട്രംപിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ ബൈഡനെ വിമർശിച്ച് രംഗത്തെത്തി. അതേസമയം ബൈഡനെ ന്യായീകരിച്ച് വൈറ്റ് ഹൌസ് രംഗത്തെത്തി. രാജ്യത്തെ നിയമവ്യവസ്ഥക്കകത്തുള്ള കാര്യങ്ങൾ മാത്രമേ പ്രസിഡന്റ് ചെയ്തിട്ടുള്ളൂ എന്നാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം. തന്റെ മകനാണെന്ന കാരണത്താൽ ഹണ്ടർ ബൈഡൻ വേട്ടയാടപ്പെടുകയായിരുന്നുവെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് നേരത്തെ ബൈഡൻ മാപ്പ് നൽകാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രസിഡന്റിന് US ഭരണഘടന അനുവദിക്കുന്ന പ്രത്യേക അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ബൈഡന്റെ ഈ തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലെത്തുന്നവർ ഈ അധികാരം പലപ്പോഴും ഉപയോഗപ്പെടുത്താറുണ്ട്. 2 ടേമുകളിലായി ബറാക് ഒബാമ 1927 തവണയും ആദ്യ ടേമിൽ ഡൊണാൾഡ് ട്രംപ് 237 തവണയും ഈ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ആലപ്പുഴ കളർകോട്ട് വാഹന അപകടത്തിൽ മരിച്ചവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും സഹപാഠികളും അടക്കം 100 കണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ക്യാമ്പസിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 5 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചത്. കളർകോട് ദേശീയപാതയിൽ KSRTC ബസ്സിലേക്ക് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റിയിടിക്കുകയായിരുന്നു. കാറിൽ 11 പേരാണ് ഉണ്ടായിരുന്നത്. വണ്ടാനത്ത് നിന്ന് സിനിമയ്ക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാൾ സംഭവ സ്ഥലത്തും 4 പേർ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. ലക്ഷദ്വീപ് ആന്ത്രോത്ത് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, പാലക്കാട് ശേഖരപുരം സ്വദേശി ശ്രീദേവ് വത്സൻ, കണ്ണൂർ മാടായി സ്വദേശി മുഹമ്മദ് ജബ്ബാർ, മലപ്പുറം കോട്ടക്കൽ സ്വദേശി ദേവാനന്ദൻ, ആലപ്പുഴ സ്വദേശി ആയുഷാജി എന്നിവരാണ് മരിച്ചത്. ഇവർ പഠിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ഗവർണറും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ന്യൂസ് ഡെസ്ക് ജീവൻ. സിൽവർ ലൈൻ പദ്ധതിയിൽ വ്യാഴാഴ്ച നിർണായക യോഗം. ദക്ഷിണ റെയിൽവേയും കേരള അധികൃതരുമായാണ് കൂടിക്കാഴ്ച.
സിൽവർ ലൈൻ പദ്ധതിയിൽ എറണാകുളം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ഓഫീസിലാണ് ദക്ഷിണ റെയിൽവേയും കെ റെയിൽ അധികൃതരുമായി കൂടിക്കാഴ്ച. DPR പുതുക്കി സമർപ്പിക്കാൻ കെ റെയിൽ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും ഉടൻ നടക്കും. സ്റ്റാൻഡേർഡ് ഗേജ് മാറ്റി ബ്രോഡ് ഗേജ് ആക്കണമെന്നാണ് റെയിൽവേയുടെ ആവശ്യം. ഇന്ത്യൻ റെയിൽവേയുടെ ശൃംഖലയുമായി ചേർന്നു പോകുന്ന ലൈൻ വേണമെന്നും റെയിൽവേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ പാത വന്ദേ ഭാരതിന് സർവീസ് നടത്താൻ പാകത്തിനുള്ളതാകണമെന്നും ആവശ്യമുണ്ട്. ഒരു മാസം മുമ്പാണ് കെ റെയിലുമായി മുന്നോട്ടു പോകാൻ റെയിൽവേ മന്ത്രി സന്നദ്ധത അറിയിച്ചത്. കേരളം പാരിസ്ഥിതികവും സാങ്കേതികവുമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ കെ റെയിലുമായി മുന്നോട്ടു പോകാൻ റെയിൽവേ സന്നദ്ധമാണെന്നാണ് റെയിൽവേ മന്ത്രി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ED സുപ്രീം കോടതിയിലേക്ക്. പ്രതികൾ കുറ്റം ചെയ്തുവെന്ന് കരുതുന്നില്ല എന്ന ഹൈക്കോടതി പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. PR അരവിന്ദാക്ഷന്റെയും CK ജിൽസിന്റെയും ജാമ്യ ഉത്തരവിലായിരുന്നു പ്രതികൾ കുറ്റം ചെയ്തെന്ന് കരുതുന്നില്ലെന്ന് ഹൈക്കോടതി പരാമർശം. ഹൈക്കോടതിയുടെ പരാമർശം എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാകുന്നില്ലെന്ന് ED ചൂണ്ടിക്കാട്ടുന്നു. പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. പ്രോസിക്യൂഷൻ ആരോപണങ്ങളും പ്രതികളുടെ വിശദീകരണവും പരിഗണിച്ചായിരുന്നു കോടതിയുടെ നിരീക്ഷണം. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് പറഞ്ഞ കോടതി പ്രതികൾ 14 മാസമായി റിമാൻഡിലാണെന്നതും നിരീക്ഷിച്ചു. ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ വിചാരണ അടുത്ത കാലത്തൊന്നും തുടങ്ങാനുള്ള വിദൂര സാധ്യതയില്ല. അതിനാൽ പ്രതികൾക്ക് ജാമ്യത്തിന് അർഹതയുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. കള്ളപ്പണ ഇടപാട് കേസിൽ അരവിന്ദാക്ഷന് കൃത്യമായ പങ്കുണ്ടെന്നാണ് ED കോടതിയിൽ വാദിച്ചത്. ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന നിലപാടിലായിരുന്നു EDയുടെ തുടക്കം മുതലുള്ള വാദം. ന്യൂസ് ഡെസ്ക് ജീവൻ. ബലാത്സംഗ കേസുകളിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിന് മുൻപ് കോടതികൾ ഇരകളുടെ വാദം കേൾക്കണമോ എന്ന കാര്യം പരിശോധിക്കാമെന്ന് സുപ്രീം കോടതി. ബലാത്സംഗ കേസിലെ പ്രതിയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലിലാണ് തീരുമാനം. ബലാത്സംഗ കേസുകളിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കുന്നതിന് മുമ്പ് ഇരകളുടെ വാദം കേൾക്കണമോ എന്ന കാര്യം പരിശോധിക്കാമെന്ന് ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വ്യക്തമാക്കിയത്. തുടർന്ന് കോടതി കേസ് കേൾക്കാൻ തീരുമാനിച്ച് നോട്ടീസ് അയച്ചു. ഇരയുടെ വാദം കേൾക്കാതെയാണ് പ്രതിക്ക് മുൻകൂർ ജാമ്യം എന്ന് വ്യക്തമാക്കിയതാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം റദ്ദാക്കിയത്. മുൻകൂർ ജാമ്യം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഉത്തരവിൽ പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് ഹൈക്കോടതി തന്നെ അംഗീകരിച്ച ശേഷവും സാങ്കേതിക കാരണം ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യം റദ്ദാക്കിയത് തെറ്റാണെന്ന് ഹർജിക്കാരനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. സർവപാപനാശിനിയാണ് ശബരിമല സന്നിധാനത്തെ ഭസ്മക്കുളം എന്നാണ് വിശ്വാസം. ഭക്തരെ ഭഗവാന് സ്വയം സമർപ്പിക്കുന്ന കഠിന വഴിപാടായ ശയന പ്രദക്ഷിണം ഭസ്മക്കുളത്തിൽ മുങ്ങിത്തോർത്താതെ വന്നാണ് നടത്തുക. അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയെയും തൊഴുത ശേഷം ഭസ്മക്കുളത്തിലെത്തി സ്നാനം ചെയ്യുന്ന പതിവുണ്ട്. ഭസ്മക്കുളത്തിൽ കുളിച്ച ശേഷം തിരികെ പോയി നെയ്യഭിഷേകം നടത്തുന്നവരുമുണ്ട്. 18 വർഷമായി ശബരിമലയിലെത്തുന്നവർ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്ത ശേഷമാണ് തെങ്ങിൻ തൈ വയ്ക്കുന്നത്. തപസ്വിനിയും കന്യകയുമായിരുന്ന ശബരിയാഗ അഗ്നിയിൽ ദഹിച്ച സ്ഥാനത്താണ് ഭസ്മക്കുളം സ്ഥിതി ചെയ്യുന്നതെന്നാണ് സങ്കല്പം. അതിനാലാണ് ഇവിടുത്തെ സ്നാനം പാപനാശകമാണെന്ന് കരുതപ്പെടുന്നത്. സ്നാനശേഷം അയ്യപ്പ ദർശനം നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്ന വിശ്വാസവുമുണ്ട്. ഭസ്മക്കുളത്തിൽ മുങ്ങിയുള്ള ശയന പ്രദക്ഷിണം നേരത്തെ എല്ലാ സമയവും നടത്താമായിരുന്നു. ഇപ്പോൾ അതിന് നിയന്ത്രണമുണ്ട്. ഹരിവരാസനം കഴിഞ്ഞ് നട അടച്ച ശേഷമാണ് ഇതിനുള്ള അവസരം. ഭസ്മക്കുളത്തിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കരുതെന്നും വസ്ത്രം ഉപേക്ഷിക്കരുതെന്നും നിബന്ധനയുണ്ട്. കുട്ടികളെ തനിയെ കുളത്തിൽ ഇറക്കുന്നതിനും വിലക്കുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. സന്നിധാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും വിവിധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കി. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിൽ വിവിധ കേസുകളിലായി 3.91 ലക്ഷം രൂപ പിഴ ചുമത്തി. സന്നിധാനത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും വിവിധ സ്ക്വാഡുകൾ 10 ദിവസത്തിനിടെ നടത്തിയത് 420 പരിശോധനയാണ്. വിവിധയിടങ്ങളിലെ പരിശോധനയിൽ 49 കേസ് രജിസ്റ്റർ ചെയ്ത് 3.91 ലക്ഷം രൂപ പിഴ ചുമത്തി. തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്നത് തടയാനും ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷ്യവസ്തുക്കളാണ് ലഭ്യമാക്കുന്നതെന്ന് ഉറപ്പാക്കാനും അമിത വില ഈടാക്കുന്നത് തടയാനുമായി ശബരിമല അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ 3 ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർ വിവിധ സ്ക്വാഡുകളായാണ് പരിശോധന ഊർജിതമാക്കിയിരിക്കുന്നത്. സന്നിധാനത്ത് 187 കടകളിലും ഹോട്ടലുകളിലും പരിശോധന നടന്നു. ഇതിൽ 14 കേസുകളിലായി 1,35,000 രൂപ പിഴ ചുമത്തി.
പമ്പയിൽ 88 പരിശോധന നടത്തിയതിൽ 18 കേസുകളിലായി 1,06,000 രൂപ പിഴ ചുമത്തി. നിലയ്ക്കലിൽ നടന്ന 145 പരിശോധനകളിലായി 17 കേസെടുത്തു. 1,50,000 രൂപ പിഴ ഈടാക്കി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, ലീഗൽ മെട്രോളജി എന്നീ വകുപ്പുകളുടെ പരിശോധനയും ശക്തമാണ്. ശബരിമല അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ അരുൺ എസ് നായർ, ഡ്യൂട്ടി മജിസ്ട്രേറ്റായ ഡെപ്യൂട്ടി കളക്ടർ എ വിജയൻ, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പി കെ ദിനേശ്, ആരോഗ്യ വകുപ്പ് ജീവനക്കാർ എന്നിവരാണ് സന്നിധാനത്തെ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി അംഗങ്ങൾക്ക് 20 ഇലക്ട്രോണിക് വീൽ ചെയറുകൾ ഫെഡറൽ ബാങ്ക് വിതരണം ചെയ്തു. ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും അവരെ മുഖ്യധാരയിലേക്ക് നയിക്കാനുമാണ് ഫെഡറൽ ബാങ്ക് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ബാങ്കിന്റെ CSR പദ്ധതികളുടെ ഭാഗമായി ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷനാണ് മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി ട്രസ്റ്റ് എന്ന മൈൻഡ് ട്രസ്റ്റ് അംഗങ്ങൾക്ക് വീൽചെയറുകൾ നൽകിയത്. കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള ഫെഡറൽ ടവേഴ്സിൽ നടന്ന ചടങ്ങിൽ 20 ഗുണഭോക്താക്കൾ വീൽചെയർ ഏറ്റുവാങ്ങി. 1.25 ലക്ഷത്തിലധികം വില വരുന്ന 20ഓളം വീൽചെയറും അനുബന്ധ ഉപകരണങ്ങളുമാണ് നൽകിയത്. ഫെഡറൽ ബാങ്കിന്റെ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് 19 പേർക്ക് ഇലക്ട്രോണിക് വീൽചെയറും മറ്റും സാധന സാമഗ്രികളും കൊടുക്കാനായിട്ട് സാധിച്ചു. അത് ഞങ്ങൾക്ക് വളരെ അതിയായ സന്തോഷമുണ്ട്. ഇവർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ മറ്റുള്ളവരുടെ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെ ഇവർക്ക് അത് ചെയ്യാൻ സാധിക്കട്ടെ. അതിന് സർവേശ്വരൻ അവരെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 4 മണിക്കൂർ ചാർജിങ്ങിലൂടെ 15 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഈ വീൽചെയറുകൾക്ക് സാധിക്കും. ഇന്ത്യയിലെ ആദ്യ വീൽചെയർ TV ആങ്കർ എന്ന് പ്രശസ്തയായ വീണ വേണുഗോപാലായിരുന്നു ചടങ്ങിന്റെ അവതാരക. 19 പേരുടെ ജീവിതത്തിന്റെ വലിയൊരു മാറ്റത്തിന് തുടക്കമാകുന്ന നിമിഷമാണ്. 19 പേർക്കുള്ള മൊബിലിറ്റി ഡിവൈസുകളാണ് ഇലക്ട്രിക് വീൽ ചെയർ, ട്രാൻസ്ഫർ ഹോയിസ്, ട്രാൻസ്ഫർ ചെയർ, നിയോ മോഷൻ ആണ് ഇന്നിവിടെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ചടങ്ങിൽ ബാങ്കിന്റെ എറണാകുളം സോണൽ മേധാവി രഞ്ജി അലക്സ്, എറണാകുളം റീജിയൺ മേധാവി മോഹനദാസ് GS, മൈൻഡ് ട്രസ്റ്റ് ചെയർമാൻ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവൻ ന്യൂസ്, കൊച്ചി. സിൽക്ക് സ്മിതയുടെ ബയോപിക് എത്തുന്നു. സിൽക്ക് സ്മിത ക്വീൻ ഓഫ് ദ സൗത്ത് എന്ന ചിത്രത്തിന്റെ നിർമ്മാണം STRI സിനിമാസ് ആണ്. ചിത്രത്തിന്റെ പ്രഖ്യാപനം സിൽക്ക് സ്മിതയുടെ ജന്മദിനമായ കഴിഞ്ഞ ദിവസമായിരുന്നു. Who is this Silk? Madam, like you are the Iron Lady, she's a magnetic lady. ദക്ഷിണേന്ത്യൻ സിനിമ ഐക്കണായ സിൽക്ക് സ്മിതയുടെ ഔദ്യോഗിക ബയോപിക് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അടുത്ത വർഷം തുടങ്ങും. സിൽക്ക് സ്മിതയുടെ ജന്മദിനമായ ഡിസംബർ 2-നായിരുന്നു പ്രഖ്യാപനം. ഈ പ്രത്യേക പ്രഖ്യാപനത്തോടനുബന്ധിച്ച് നിർമ്മാതാക്കൾ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോയും പുറത്തിറക്കി. STRI സിനിമാസിന്റെ ബാനറിൽ ജയറാം ശങ്കരൻ സംവിധാനം ചെയ്ത് SB വിജയ്, അമൃതരാജ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഇന്ത്യൻ വംശജയായ ഓസ്ട്രേലിയൻ അഭിനേതാവും മോഡലുമായ ചന്ദ്രിക രവിയാണ് പ്രിയ നടിയുടെ കഥയ്ക്ക് ജീവൻ നൽകുന്നത്. വിദ്യാബാലന്റെ ഡേർട്ടി പിക്ചർ എന്ന ചിത്രത്തിന് പ്രചോദനമായ സിൽക്ക് സ്മിതയുടെ വിവാദ ജീവിതം സിനിമയാക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നടിയുടെ എരിവുള്ള ജീവിതത്തെ പര്യവേക്ഷണം ചെയ്യുന്നതിനൊപ്പം സിൽക്ക് സ്മിതയുടെ കേട്ടിട്ടില്ലാത്ത ചില കഥകളിലൂടെയും ചിത്രം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകും. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി തുടങ്ങി 5 ഭാഷകളിൽ ചിത്രം അടുത്ത വർഷം റിലീസ് ചെയ്യും. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇന്ത്യൻ നാവികസേനയുടെ നാവിക ദിനമാണ് ഡിസംബർ 4. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്ത് ഇന്ത്യൻ നാവികസേന നടത്തിയ ആക്രമണ വിജയത്തിന്റെ ഓർമ്മയ്ക്കാണ് ഡിസംബർ 4 നാവിക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ കപ്പൽ വേദ മിസൈൽ ആക്രമണമായിരുന്നു കറാച്ചി തുറമുഖത്തേത്. PNS ഗൈബർ പാകിസ്ഥാന്റെ 4 യുദ്ധ കപ്പലുകളാണ് അന്ന് ആക്രമണത്തിൽ തകർന്നടിഞ്ഞത്. ആ യുദ്ധവിജയത്തിന്റെയും യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ചവരുടെയും ഓർമ്മക്കായാണ് ഡിസംബർ 4 നാവിക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തു വിവരിച്ച ദക്ഷിണ നാവികസേന കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ V ശ്രീനിവാസ് ഹൈഡ്രജൻ യുദ്ധ കപ്പലുകളുടെ നിർമ്മാണം ചർച്ചയിലാണെന്നും INS വിക്രാന്ത് എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി പൂർണ്ണ യുദ്ധസജ്ജമായെന്നും പറഞ്ഞു. നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS ഷാർദൂലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശ്രീനിവാസ്. Have maintained a very high operational tempo and have been highly proactive in the ongoing anti-piracy
anti-drone and anti-narcotics operations, both in the Northern Arabian Sea as well as the Indian Ocean region. The ships of the 1st Trading Squadron were deployed for long-range training deployments in the southwestern Iowa in the early part of this year. They are engaged with 16 friendly foreign nations as part of the multilateral exercise Cutlass. 27 രാജ്യങ്ങളിൽ നിന്നുള്ള 500 രാജ്യാന്തര നാവികരാണ് ദക്ഷിണ നാവിക കമാൻഡിൽ പരിശീലനം പൂർത്തിയാക്കിയത്. കൊച്ചി ലക്ഷദ്വീപ് മേഖലയിൽ സമുദ്രം വഴിയുള്ള ലഹരിക്കടത്തിന് തടയിടാൻ കർശനമായ നിരീക്ഷണവും നടപടിയുമാണ് നാവികസേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചീഫ് ഓഫ് സ്റ്റാഫ് റിയൽ അഡ്മിറൽ ഉബൈൽ കുണ്ടു, ഡിഫൻസ് PRO കമാൻഡർ അതുൽ പിള്ളെ തുടങ്ങിയവരും സംബന്ധിച്ചു. ജീവൻ ന്യൂസ്, കൊച്ചി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ റൗണ്ട് മത്സരങ്ങൾ ഡിസംബർ 14 മുതൽ 31 വരെ ഹൈദരാബാദിൽ നടക്കും. 12 ടീമുകൾ 2 ഗ്രൂപ്പുകളിലായി ഏറ്റുമുട്ടും. ഗോവ, ഡൽഹി, തമിഴ്നാട്, ഒഡീഷ, മേഘാലയ എന്നിവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ബിയിലാണ് മുൻ ചാമ്പ്യന്മാരായ കേരളം. എയിൽ സർവീസസ്, ബംഗാൾ, മണിപ്പൂർ, തെലങ്കാന, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ എന്നിവരും ഇറങ്ങും. പ്രാഥമിക റൗണ്ടിലെ 9 ഗ്രൂപ്പ് ജേതാക്കളും കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ സർവീസസ്, റണ്ണേഴ്സ് അപ്പ് ഗോവ, ആതിഥേയരെന്ന നിലയിൽ തെലങ്കാനയുമാണ് ഫൈനൽ റൗണ്ടിൽ കടന്നത്. 2 ഗ്രൂപ്പിലെയും ആദ്യ 4 സ്ഥാനക്കാർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കും. ക്വാർട്ടർ 26, 27 തീയതികളിൽ, സെമി ഫൈനൽ 29-നും ഫൈനൽ 31-നും നടക്കും. ഗ്രൂപ്പ് ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഡെക്കാൻ അറീനയും സെമിക്കും ഫൈനലിനും GMC ബാലയോഗ്യ സ്റ്റേഡിയവും വേദിയാകും. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. KPCC പുനഃസംഘടന അധ്യക്ഷനെ മാറ്റണോ വേണ്ടയോ എന്നതിൽ കോൺഗ്രസിൽ ഭിന്നത, സ്ഥാനമൊഴിയാൻ തയ്യാറില്ലെന്ന് K. സുധാകരൻ. കണ്ണൂർ ADMന്റെ മരണം തെളിവുകൾ സംരക്ഷിക്കണമെന്ന ഹർജിയിൽ കാഴ്ചർക്കും TV പ്രശാന്തനും നോട്ടീസ്. ഇനി ഹർജി പരിഗണിക്കുക ഡിസംബർ 10-ന്. പള്ളിത്തർക്കം, യാക്കോബായ സഭയുടെ കൈവശമുള്ള 6 പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറണമെന്ന് സുപ്രീം കോടതി. വിശദമായ വാദം കേൾക്കാനും തീരുമാനം. സിൽവർ ലൈൻ പദ്ധതിയിൽ നിർണായക നീക്കം വ്യാഴാഴ്ച. ദക്ഷിണ റെയിൽവേയും KRail അധികൃതരുമായി കൂടിക്കാഴ്ച. വ്യവസ്ഥകൾ നിർണായകം. മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണം മുഖ്യമന്ത്രിയെ BJP നാളെ പ്രഖ്യാപിച്ചേക്കും. ഏക്നാഥ് ഷിൻഡെയും മന്ത്രിസഭയിലേക്ക് എന്ന സൂചന. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.